ഹായ് ഗൈസ്, വേനൽക്കാലമൊക്കെ കഴിഞ്ഞു മഴക്കാലത്തിലേക്ക് വരികയാണ്. അവിടെ ഇവിടെയൊക്കെ മഴ പെയ്ത് തുടങ്ങി. ഹോസ്പിറ്റലിൽ ഡെങ്കു പോസിറ്റീവ് കേസസും കൂടിക്കൂടി വരുന്നു. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ഒരു സംഭവം ഈ ഡെങ്കു എന്നുള്ളതാണ്. ഡെങ്കു വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സാധാരണ ഒരു പനി വരുന്ന പോലെ തന്നെ നല്ല ടെമ്പറേച്ചറോടുകൂടി ആയിരിക്കും ഇത് വരിക. ഇതുകൂടാതെ നല്ല പേശികൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും, അതികഠിനമായ തലവേദന ഉണ്ടാവും, കണ്ണിന് ചുറ്റും ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് ഡെങ്കുവിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുക. പക്ഷെ ഡെങ്കുവിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് അതികലശലായ വയറുവേദന ഉണ്ടാവാം, ഛർദ്ദിക്കാനുള്ള തോന്നൽ ഉണ്ടാവാം. ഇതൊന്നും കൂടാതെ ദേഹത്ത് ചെറിയ ചെറിയ റെഡ് കളറിലെ സ്പോട്ടിങ് പോലെ കാണാം. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് പല്ലിൽ നിന്നും മോണയിൽ നിന്നും ഒക്കെ ചെറിയ രീതിയിൽ ബ്ലീഡിങ് വരാം. ഇങ്ങനെയുള്ള സിംറ്റംസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, ബ്ലഡ് കൗണ്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. പ്ലേറ്റ്ലെറ്റ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 1.5 to 4.5 ആണ്. ഇതിനുള്ളിൽ നിൽക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഡെങ്കു ഫീവർ ബാധിക്കുന്നതെന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റിനെയാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. 1.5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് പ്ലേറ്റ്ലെറ്റ് മോണിറ്റർ ചെയ്യേണ്ടി വരും. പ്ലേറ്റ്ലെറ്റ് മോണിറ്റർ ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് ലെവൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഇട്ടാൽ പോലും ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടി വരണം എന്നില്ല. അപ്പോൾ ഒരു സിവിയർ കണ്ടീഷനിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അതുകൊണ്ട് ഈ സിംറ്റംസ് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് നോക്കുകയും കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യാം.